ഹായ് ഡിയേഴ്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഞ്ഞിയപ്പം, സുന്ദരിയപ്പം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയാണ്. ഇത് 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് ചിരവിയ തേങ്ങ, 4 അല്ലി ചുവന്ന ഉള്ളി, 1 നുള്ളി ഈസ്റ്റ്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അത് ഓരോന്നായിട്ടാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇത് അരഞ്ഞെടുക്കാനായിട്ട്. ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് അടി നല്ലവണ്ണം കൊണ്ടുള്ളൊരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ച് വെക്കാൻ. കാരണം അത് നല്ലവണ്ണം പൊങ്ങി വരും. ഈസ്റ്റെല്ലാം ചേർത്തത് കൊണ്ട് നല്ലവണ്ണം പൊങ്ങി കിട്ടും. വേനൽക്കാലത്താണെങ്കിൽ ഒരു 5 മണിക്കൂറാകുമ്പോഴേക്കും പൊങ്ങി വരും. തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നത് നല്ലതാണ്. ഞാനിതിവിടെ രാത്രിയാണ് അരച്ചെടുക്കുന്നത്. ഈസ്റ്റെല്ലാം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് നല്ലവണ്ണം മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ തുറന്ന് നോക്കുമ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് ഒരു ഫ്രൈ പാനിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു തവി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഒന്ന് അടച്ച് വെക്കും വേണം. ഒരു 2 മിനിറ്റ് വരെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചട്നിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.